നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ സെൻട്രൽ ലോക്ക് ഫ്യൂസ് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതായത് സെൻട്രൽ ലോക്ക് ഫ്യൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിൻ്റെ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യത്തില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പലരും ആ വീഡിയോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ഈ കമൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: സെൻട്രൽ ലോക്ക് ഡോറുകൾ ഫ്യൂസ് പോയാൽ പിന്നെ തുറക്കാൻ കഴിയില്ല. തുറക്കാൻ കഴിയില്ല. പക്ഷേ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്യൂസ് പോയിട്ടുണ്ട്. പോകത്തില്ലെന്നല്ല, വാഹനത്തിൻ്റെ ഇൻബിൽറ്റ് സെൻട്രൽ ലോക്കുള്ള സിസ്റ്റത്തിനകത്ത് ഫ്യൂസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ഷോർട്ട് വന്നാലോ അല്ലെങ്കിൽ ഓവർലോഡ് വന്നാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം ഫ്യൂസ് പോകും. അതിപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിനകത്ത് ഈ കാണുന്നതാണ് നമ്മുടെ നോർമൽ ഒരു സെൻട്രൽ ലോക്കിൻ്റെ കീ. ഞാനിത് ലോക്ക് ചെയ്തു. ലോക്കാണ്. ഞാൻ ഒന്നുകൂടെ അൺലോക്ക് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്തു. ഇപ്പോൾ ലോക്കായി. ഇങ്ങനെ ലോക്ക് ആൻഡ് അൺലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ യൂണിറ്റിനൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്നും പേടിക്കാനില്ല. നമ്മുടെ താക്കോലിട്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ സാധാരണ താക്കോലിട്ട് തന്നെ നമുക്ക് വാഹനം ഇങ്ങനെ തുറക്കാൻ സാധിക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അൺലോക്ക് ചെയ്താൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ വാഹനത്തിന് കുഴപ്പമില്ലാത്തതുകൊണ്ട്, ഇൻ കേസ് അതിന് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താക്കോലിട്ട് തന്നെ തുറന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ സാധിക്കും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അഥവാ ഈ ടൈപ്പ് കീ അല്ല, സ്റ്റാർട്ട് കീ ആണ് വരുന്നതെങ്കിൽ, അതായത് നമ്മുടെ നോർമൽ കീ ഫോബ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അതിനകത്തും ഈ ടൈപ്പ് ഒരു താക്കോൽ വരുന്നതായിരിക്കും. അതായത് ഇതുപോലത്തെ ഒരു താക്കോലുണ്ട്. ആ താക്കോൽ നമുക്ക് ഊരിയെടുത്ത് നേരെ നമ്മുടെ കീ സിലിണ്ടർ, ഈ കാണുന്ന കീ സിലിണ്ടറിലോട്ട് ഇട്ട് തുറക്കാൻ സാധിക്കും. അങ്ങനെ തുറന്ന് നമുക്ക് ഡോറ് തുറക്കാൻ സാധിക്കും. ഡോറ് തുറന്നതിന് ശേഷം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ സാധിക്കും. ആ ഒരു കീ ഫോബ് വെച്ച് തന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയതിന് ശേഷം എന്തുകൊണ്ടാണ് ആ ഫ്യൂസ് പോയെന്ന് ആദ്യം കണ്ടുപിടിക്കുക. വേറെ ഫ്യൂസ് ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് പോകുന്നില്ലെങ്കിൽ ലൈൻസിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻ കേസ് നമ്മൾ ആ ഫ്യൂസ് മാറ്റുന്ന സമയത്ത് പിന്നെയും ആ ഫ്യൂസ് അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലോൺ ഔട്ട് ആകുകയാണെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാം ഈ ലൈൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ എലി കയറിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ യൂണിറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ ഫ്യൂസ് പോകുന്നതും. ഈ സെൻട്രൽ ലോക്കോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം ആരും പേടിക്കേണ്ട. നമ്മൾ താക്കോലിട്ട് തുറന്നെന്ന് പറഞ്ഞുകൊണ്ട് സൈറൻ അടിക്കത്തില്ല. കാരണം ചിലർക്കെങ്കിലും അങ്ങനെ ഒരു പേടിയുണ്ട്, വാഹനത്തിൻ്റെ താക്കോലിട്ട് തുറന്നു കഴിഞ്ഞാൽ സൈറൻ അടിക്കത്തില്ലേന്ന്. ഒരു കാരണവശാലും സൈറൻ അടിക്കത്തില്ല. കാരണം നമ്മുടെ യൂണിറ്റ്, സെൻട്രൽ ലോക്ക് യൂണിറ്റിനകത്ത് തന്നെയാണ് സൈറനും എല്ലാം വരുന്നത്. ആ യൂണിറ്റിൻ്റെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗങ്ങളൊന്നും പിന്നെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ആ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തേണ്ടതാണ്.